ഗ്രേസിയൊക്കെ കണ്ണനോട് പറഞ്ഞൂടെ ഇവിടെ എന്തെങ്കിലും ജോലി അന്വേഷിക്കാൻ? കിട്ടണ്ടേ? എന്നാ ദിവസം വരാൻ പറയണോ? അതെങ്ങനെയാടി? ആഴ്ചയിൽ ഒരിക്കൽ വരാൻ തന്നെ ബസ്സിന് കാശുണ്ടാവും. കണ്ണൂര് വീട് നോക്കുന്നുണ്ട്. കിട്ടി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ അക്കെ ഞാൻ വിടൂല. അയ്യോ, ഇടിവണ്ടി വന്നിരിക്കുന്നത്. എക്സൈസ്. ഞാൻ ഇരുന്ന മറന്ന് വലത്തോട്ട് മാറി. ഉയർന്നു ചാടി കാര്യമടക്കി അവന്റെ നാവി നോക്കി ഒറ്റ തൊഴിയ. അതോടെ പുറഞ്ഞുവിന്റെ കച്ചവടം കഴിയുമായിരുന്നു. പക്ഷെ അവൻ ഒഴിഞ്ഞു കളഞ്ഞു. അവൻ എന്നെ കമ്പൗണ്ട് കുത്തി. ഞാൻ വിട്ടില്ല. ഇനിയും നീ വാറ്റുമോടാന്ന് ചോദിച്ച് മുന്നോട്ട് നീങ്ങി ഒറ്റ തീറ്റിയ. അതോടെ ആരെ? ഞാൻ പിന്നെ പെടഞ്ഞങ്ങോട്ട് എഴുന്നേറ്റ് ഒരടി അങ്ങോട്ട് തുടങ്ങി. തലങ്ങനെയും വിലങ്ങനെയും അസ്ഥാനത്തും അസ്ഥാനത്തും അടി കൊണ്ട് സഹിക്ക വയ്യാതായപ്പോ ഒറ്റ ഓട്ടവാ. ആരെ? ഞാൻ തന്നെ. ഓ, നിന്നെ അയച്ച എന്നെ വേണം പറയാൻ. അപ്പൊ എന്റെ കൂടെ വന്നവന്മാരും അവരോടി നാണം കെട്ടവന്മാർ കണ്ണു പോയതിന്റെ മുമ്പ് നിൽക്കോ. അവന്റെ വാറ്റ് നിർത്താമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കള്ളവാറ്റ് തടയാനാണെങ്കിൽ എക്സൈസുകാർ ആദ്യം പിടിക്കേണ്ടത് നിങ്ങളെയാണ്. എന്തിനെ? സർക്കാർ തരുന്ന ചാരായം മാത്രമേ നിങ്ങൾ വിൽക്കുന്നുള്ളൂ. നിങ്ങളും സ്വന്തമായി വാറ്റുന്നില്ലേ? ഓഹോ, അപ്പൊ വാദിയെ പ്രതിയാക്കുകയാണോ? അല്ല, വാദിയെയും പ്രതിയെയും ചേർത്ത് ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എന്തൊത്തുതീർപ്പ്? നിങ്ങൾക്ക് ഷാപ്പിൽ വിൽക്കാൻ കള്ളച്ചാരായം വേണം. പൊറിഞ്ചു അത് തരും. പൊറിഞ്ചൂരും ജീവിക്കാൻ കാശ് വേണം. നിങ്ങളത് കൊടുക്കും. പ്രശ്നം തീർന്നില്ലേ? പൊറിഞ്ചു കൂടെ നിന്നാൽ നിങ്ങൾക്കൊരു ശക്തിയല്ലേ? ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായല്ലോ? എങ്കിൽ നമുക്കിനി കാര്യങ്ങൾ സംസാരിക്കാം. ഐ മീൻ ബിസിനസ്. പറഞ്ഞോളൂ. അവൻ പുറത്ത് ചരക്ക് വെക്കാൻ പാടില്ല. അത് ഞാൻ ഏറ്റു. ലിറ്ററിന് 9 രൂപയും ഞാൻ കൊടുക്കും. അതിലൊരു വ്യത്യാസം. വില 9 രൂപ തന്നെ, 1 രൂപ കമ്മീഷൻ. കമ്മീഷൻ ആർക്ക്? എനിക്ക്. ഇത് ബിസിനസ് ആണെന്ന് പറഞ്ഞില്ലേ? സമ്മതിച്ചോ? ശരി. ബാസേ, പ്രജീൻ വിളിക്ക്. അവൻ വിളിക്കുന്നു. ആ, ഞങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. സമ്മതിച്ചോ? സാറിന്റെ ഇഷ്ടം. കാണുന്ന പെൺകുട്ടിയോടെല്ലാം പ്രേമാഭ്യർത്ഥന നടത്തുന്ന ഒരു ചീപ്പ് വിമണൈസറാണ് ഞാനെന്ന് നീ ധരിക്കരുത്. എന്റെ മനസ്സിൽ പ്രേമത്തിന്റെ നൊമ്പരം ഉണ്ടാക്കിയത് നീയാണ്. പലവട്ടം നിന്നോട് ഞാൻ പറഞ്ഞതാണ്. പ്ലീസ്, ഇപ്പൊ കൂട്ടുകാർ എന്നെ പരിഹസിക്കുന്നത് ഒരു നിലയിലാകുമെന്നാണ്. അപ്പോ അതിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയി. ഒന്നും വേണ്ട. നാം തമ്മിൽ സ്നേഹമാണെന്ന് കാണിക്കാൻ നീ എന്റെ കൂടെ ഒരു സിനിമയ്ക്ക് വന്നാൽ മതി. ഞാൻ സിനിമ കാണാറില്ല. ഇതൊരു സ്പെഷ്യൽ കേസായി എടുക്കും. കോളേജ് വിടുന്ന നേരത്ത് നിന്നെ ഞാൻ വീട്ടിലെത്തിക്കാം. വേണ്ട. അങ്ങനെ അങ്ങ് ശടിച്ചാലോ? പ്രതാപ്, ഞാനൊരു സാധു കുടുംബത്തിൽ നിന്ന് വരുന്നവളാണ്. ഞാനൊരു പണക്കാരന്റെ കുടുംബത്തിൽ നിന്നാ വരുന്നേ. നിന്റെ ദാരിദ്ര്യം മാറ്റാൻ എനിക്ക് കഴിയും. എന്തു വേണം? ആ, അങ്ങനെ അങ്ങ് പോയാലോ? പ്രതാപ്, കൈവിട്. വിടാൻ. ചെമ്പക, ചെമ്പക, എന്നാ ഗ്രേസിയേക്കാ? ഒരു ചായക്ക് ഇത്തിരി പാല് വരുമോ? ഇച്ചിരി കണക്കില്ല, ലിറ്റർ വേണേ തരാം. ലിറ്റർ എന്തിനാ? എനിക്ക് കുളിക്കാനോ? ഗ്രേസിയേക്കയ്ക്ക് ആണോ പെണ്ണോ വേണ്ടത്? പാല്. ആള് സുന്ദരിയായിട്ടുണ്ടല്ലോ. ഓ, ഇന്ന് ശനിയാഴ്ചല്ലേ? പുള്ളിക്കാരൻ വരുന്ന ദിവസം. പുള്ളിക്കാരൻ വന്നു. ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ? മുഴുവനും. ആ, അണ്ണാച്ചി എന്തിയെ? എരുമയ്ക്ക് തീറ്റ വാങ്ങാൻ പോയതാ. എത്ര നേരമായി?
ചിലപ്പോ ചുമട്ടുകാർ കിട്ടിയിട്ടുണ്ടാവില്ല. ആ കാണുന്ന വീടാ. ഏയ് ഇങ്ങോട്ട്. അപ്പ എവിടെ? ചെവി കേൾക്കൂലേ? അപ്പ എവിടെ? ഏതപ്പൻ? എന്റെ അപ്പൻ. ഈ ചാക്കിലെന്താ? ശർക്കര. ശർക്കര പൊരിഞ്ചേണം തന്നേച്ചതാണോ? അതെ. എന്നാലും ആദ്യം പറയണ്ടേ? കൊണ്ടുപോയിക്കോ, അതാ വീട്. അതാണ് അവിടെ കൊണ്ടുപോയിടാൻ പറഞ്ഞു. ഈ കുട്ടി. ഈ കുട്ടി പിടി വാ. ഇവിടെ ഇട്. ഇവൻ ഏതാ? കുറച്ച് തെക്കുള്ളതാ. നമ്മുടെ പണിക്ക് നിർത്താം. ആ ചായപ്പ് വൃത്തിയാക്കിയാ നിനക്ക് അവിടെ കിടക്കാം. മേരി, ഇന്നലെയും മിനിഞ്ഞാന്നും എത്ര തവണ നിന്റെ വീട്ടിലേക്ക് ഞാൻ ഫോൺ ചെയ്തു. നീ അവിടെ ഉണ്ടായിരുന്നിട്ടും അറ്റൻഡ് ചെയ്യാതെ ഇല്ലെന്ന് പറയിപ്പിച്ചതല്ലേ? അതെ, ഇത്രയും നാൾ എന്നെ സ്നേഹിച്ച് നടന്നിട്ട് മിനിഞ്ഞാന്ന് രാധയോട് കുഴിയാൻ ചെന്ന എന്തിനാ? ഓ, അതൊരു തമാശ. എന്റെ റിയൽ ലവ്, ദാറ്റ് ഈസ് ഓൺലി മൈ മേരി ജോൺ. ആ മോളിയും പാട്ടിയും ഇപ്പൊ രാധയെ വലിയ ഹീറോയിനാക്കി വെച്ചിരിക്കുക. പ്രതാപിന്റെ കർണ തറച്ചതിന് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് കൂടി. ഓ, അതാണല്ലേ കാര്യം. പരിഹാരം ഉണ്ടാക്കാം. ഹായ്, വരടാ. Look here, everybody. ഇവൾ എന്നെ അടിച്ചിട്ടും ഞാൻ തിരിച്ചടിച്ചില്ല. കാരണം സുന്ദരികളെ ഞാൻ വേദനിപ്പിക്കാറില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. കണ്ടോളൂ. No, you are dismissed. 2000-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനം തന്നെ പോലെ ഒരു ആഭാസനെ കൂടെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. You can go. സാർ, അത് No, I won't tolerate this. This is not the first time you are playing these sort of dirty tricks. Get out. ബട്ട് സാർ, Get out. ഡോണ്ട് ഷൗട്ട് മാൻ. ഐ ആം ഗോയിങ് ഔട്ട്. എടി ശീലാവതി, നിന്നെ ഒന്ന് തൊട്ടതിനാ ഇയാൾ ഈ അലറുന്നത്. നീ ഇവിടെ അടയിരിക്കില്ലല്ലോ. പുറത്തേക്ക് വാ. പ്രധാന കാണാനില്ല. രാധ ക്ലാസ് പോയിക്കുള്ളൂ. എന്താടാ? ഡിസ്മിസ് ചെയ്തു. ഡിസ്മിസോ? ചുമ്മാ അവൻ വെറുതെ പറഞ്ഞായിരിക്കും. അല്ല സേനി, പ്രിൻസിപ്പാൾ എന്നെ പിടിച്ച് പുറത്താക്കി. ഇത് ഡിസ്മിസ് ചെയ്യാൻ മാത്രം അവിടെ എന്തുണ്ടായി? ഇത് നമുക്ക് ചോദിക്കണം. നമുക്ക് പ്രിൻസിപ്പാൾ അവിടെ നിന്ന് ചോദിക്കാം. പ്രിൻസിപ്പാൾ നീതി പാലിക്കുക. പ്രിൻസിപ്പാൾ നീതി പാലിക്കുക. തിരിച്ചെടുക്കുക. തിരിച്ചെടുക്കുക. യെസ്. എവിടെ? സ്റ്റുഡൻസോ? ഒരു വണ്ടിയും പെടുന്നില്ലേ? എസ് പി ഇവിടെ ഇല്ല. ശരി, ഞാൻ വരാം. തിരിച്ചെടുക്കുക.
നോക്കണ നമ്മുടെ ASP. ഏയ് തീപിടി വിളി. പുല്ലാടേ പുല്ലാടേ പോലീസ് ഞങ്ങൾക്ക് ഗ്രാസാണ്. അവന്റെ പേഴ്സണാലിറ്റി കണ്ടില്ലേ? നിനക്ക് സിനിമ പോലെ കളക്കണ്ട. പ്രിൻസിപ്പാളെ മുട്ടാള, നിന്നെ ഞങ്ങൾ കണ്ടോളാം. പ്രിൻസിപ്പാളെ മുട്ടാള, നിന്നെ ഞങ്ങൾ കണ്ടോളാം. പ്രിൻസിപ്പാളെ മുട്ടാള, നിന്നെ ഞങ്ങൾ കണ്ടോളാം. വണ്ടി തടഞ്ഞു വെച്ചിരിക്കുന്നു സാർ. ആ വണ്ടിയിൽ രോഗിയുണ്ട് സാർ. അർജന്റായിട്ട് ആശുപത്രിയിൽ പോകണം സാർ. ഒന്ന് വിടാൻ പറയണം സാർ. ഒന്ന് വിടാൻ പറയണം സാർ. മാറിക്കടാ, മാറാൻ. ഈ വണ്ടി ഒന്ന് വിടണം. ഈ വണ്ടി ഒന്ന് വിടണം എന്നാണ് പറഞ്ഞത്. ആ വണ്ടിക്കകത്തിരിക്കുന്ന ഒരു ഗർഭിണിയാണ്. പ്ലീസ് അവരെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. പ്ലീസ് മാൻ. നിങ്ങളെ ഒന്ന് മാറിക്കൊടുക്കണ്ടേ? അവർ പോട്ടെ.